സംസ്ഥാനത്തെ സ്കൂളുകളിലെ പാദപൂജ വിവാദത്തിൽ രാഷ്ട്രീയ പോര് കനക്കുകയാണ്. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന പ്രസ്താവനയുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ രംഗത്തെത്തി. ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ തിരികെ കൊണ്ടുവരാനുള്ള സംഘപരിവാർ ശ്രമമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. സമൂഹത്തെ ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കാൻ ഗവർണർ ശ്രമിക്കരുതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ആലപ്പുഴയിലും കാസർഗോഡും കണ്ണൂരും സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ നടത്തിച്ചതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. പാദപൂജയെ പിന്തുണച്ച് ഗവർണർ രംഗത്തെത്തിയപ്പോൾ കടുത്ത എതിർപ്പുമായി CPIM-ഉം കോൺഗ്രസും പ്രതിരോധം തീർക്കുന്നു. പാദപൂജ സംസ്കാരത്തിന്റെ ഭാഗമെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ പ്രതികരണം. ഗുരുപൂജ ഈസ് അവർ കൾച്ചർ, ആൻഡ് ഇൻ ദാറ്റ് കൾച്ചർ ഇഫ് വി ട്രൈ ടു ഫർഗെറ്റ് അവർ കൾച്ചർ, we will forget ourselves. We will be nowhere in this world. These people should understand this. അടിമത്ത മനോഭാവം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സനാതന ധർമ്മം എങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ പ്രയോഗമാണ് RSSകാരും സംഘപരിവാർ വിഭാഗവും പുതിയ തലമുറയെ കൊണ്ട് അടിമത്ത മനോഭാവം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ ഗവർണർ ആഹ്വാനം ചെയ്യുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാട് നവോത്ഥാനം നടന്ന നാടാണ്. ഇത്ര ഗുരുതരമായിട്ടൊരു പ്രസ്താവനയിലൂടെ തന്റെ ഭരണഘടനാ പദവിയെ തന്നെ അപമാനിച്ചിരിക്കുകയാണ്. അധ്യാപകരെ ബഹുമാനിക്കാൻ RSS പഠിപ്പിച്ചു തരേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. കുട്ടികളെ കൊണ്ട് കാൽ കഴിയിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ആലപ്പുഴയിൽ BJP ജില്ലാ സെക്രട്ടറിയുടെ കാല് വരെ കുഞ്ഞുങ്ങൾ കഴുകേണ്ടി വന്നു. ആധുനിക കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കുകയാണ്. വിദ്യാർത്ഥികളെ പാദപൂജയ്ക്ക് നിർബന്ധിതരാക്കിയാൽ സമഗ്ര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ന്യൂസ് ഡെസ്ക് 24.